സദൃശവാക്യങ്ങൾ അധ്യായം 7. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. എൻ്റെ മകനെ, എൻ്റെ വചനങ്ങൾ കാത്തുകൊള്ളുക. എൻ്റെ കൽപ്പനകൾ നിന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കാം. നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു കൊണ്ട് ജീവൻ നേടുക. നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എൻ്റെ ആജ്ഞകളെ കരുതുക. അവ നിന്റെ കണ്ഠത്തിൽ ബന്ധിക്കുക. നിന്റെ ഹൃദയമാകുന്ന പലകമേലെഴുതുക. ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരി എന്ന് പറയുക. വിവേകത്തെ നീ എൻ്റെ സഖി എന്ന് വിളിക്കുക. അവ നിന്നെ പരസ്ത്രീയിൽ നിന്നും അവളുടെ വാക്കുകളാൽ പുകഴ്ത്തുന്ന അന്യ സ്ത്രീകളിൽ നിന്നും കാത്തു സൂക്ഷിച്ചു കൊള്ളും. അവൾ വീടിൻ്റെ ജനലഴികളിൽ കൂടി നോക്കി ഭോഷന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനെ, യുവാക്കളുടെ ഇടയിൽ വിവേകമില്ലാത്ത ഒരു യുവാവിനെ കണ്ടു. അവൻ വൈകുന്നേരം സന്ധ്യയ്ക്ക് കറുത്തിരുണ്ട രാത്രിയിൽ അവളുടെ വീടിനരികിലെ തെരുകോണിലൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ വേശ്യാനുയോജ്യമായ വേഷത്തിൽ മനസ്സിൽ ഉപായം നിറഞ്ഞവളായ ആ സ്ത്രീ അവനെ എതിരേറ്റു. മോഹപരവശയാണ്, തന്നിഷ്ടക്കാരിയുമത്രേ. അവളുടെ പാദങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. ഇപ്പോൾ ഇതാ അവൾ വെളിയിൽ നിൽക്കുന്നു. പിന്നെ ഇതാ തെരുക്കോണിൽ ഓരോ മുക്കിലും മൂലയിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ കയറിപ്പിടിച്ചു ചുംബനം കൊടുത്ത് ലജ്ജയില്ലാത്ത മുഖത്തോടെ അവനോട് പറഞ്ഞു, എൻ്റെ കൈവശം സമാധാനയാഗ വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ വഴിപാടുകൾ കഴിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നെ കാണുവാൻ വന്നിരിക്കുന്നു. നിന്റെ മുഖം കാണുവാൻ വന്നു. ഇതാ ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ കിടക്കമേൽ ചിത്രത്തയ്യലുള്ള വിരികളും മനോഹരമായ മെസ്രേൻ വിരികളും വിരിച്ചിരിക്കുന്നു. മൂറുമകിലും ലവംഗവും കൊണ്ടുള്ള പരിമള വസ്തുക്കൾ കൊണ്ട് നല്ല സുഗന്ധം വരുത്തിയിരിക്കുന്നു. വരിക, നേരം വെളുക്കും വരെ പ്രേമത്തിൽ രമിക്കാം. കാമവികാരങ്ങളുമായി നമുക്ക് സുഖിക്കാം. എന്തെന്നാൽ ഭർത്താവ് വീട്ടിലില്ല. അയാൾ ഒരു ദീർഘയാത്ര പോയിരിക്കുകയാണ്. ഒരു മടിശീല നിറയെ പണവും കൊണ്ടുപോയിട്ടുണ്ട്. വളരെ ദിവസം കഴിഞ്ഞേ അയാൾ വരികയുള്ളൂ. ഇങ്ങനെയേറിയ സന്തോഷവാക്കുകൾ കൊണ്ട് അവൾ അവനെ കീഴടക്കി. അവളുടെ അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിച്ചു. കാള അറുക്കുന്നിടത്തേക്കും നായ ചങ്ങരയിലേക്കും പോകുന്നത് പോലെ മാൻ അതിൻ്റെ കരളിൽ ഞരമ്പ് തറയ്ക്കുന്നത് വരെയും പക്ഷി അതിൻ്റെ കെണിയിലേക്ക് ധൃതിയായി പറക്കുന്നത് പോലെയും സ്വമരണത്തിലേക്കെന്നറിയാതെ അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുവിൻ. എൻ്റെ വായിലെ വചനങ്ങൾ കേൾപ്പിൻ. നിന്റെ ഹൃദയം അവളുടെ വഴിക്ക് ചായരുത്. അവളുടെ പാതയിലേക്ക് നീ വഴിപിഴച്ചു ചെല്ലരുതേ. അവൾ അനേകരെ മുറിവേൽപ്പിച്ചു വീഴ്ത്തിയവളാണ്. അതെ, അവൾ അനേകം ശക്തന്മാരെ കൊന്നവളത്രേ. അവളുടെ വീട് മരണത്തിൻ്റെ അറകളിലെത്തുന്ന പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.